Welcome to the question and answer session of Christian Elite. ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. വിശുദ്ധ വേദപുസ്തകം ശ്രദ്ധയോടെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കർത്താവിൽ പ്രസിദ്ധനും പ്രശസ്ത ഹീബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ അങ്ങനെയുള്ള നമ്മുടെ ചോദ്യങ്ങൾക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ആധികാരികമായി മറുപടി തരുവാൻ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, പ്രേക്ഷകരിൽ നിന്നും വളരെയധികം ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ഒരു ചോദ്യം ഇപ്രകാരമാണ്: യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യത്തെ ആസ്പദമാക്കിയുള്ള ഒരു ചോദ്യമാണ്. റാഹാബ് ഒറ്റുകാരെ ഒളിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ പ്രസ്തുത വേദഭാഗത്തുള്ളത്. ഇവിടെ യെരിഹോ രാജാവിന്റെ ആൾക്കാരുടെ ചോദ്യത്തിന് റാഹാബ് ഒരു കള്ളം പറഞ്ഞ് യോശുവയുടെ ഒറ്റുകാരെ രക്ഷിക്കുന്നതായി ഈ വാക്യങ്ങളിൽ കാണുന്നു. അങ്ങനെയെങ്കിൽ വചനപ്രകാരം റാഹാബ് ചെയ്തത് തെറ്റല്ലേ? നന്മയ്ക്ക് വേണ്ടി അഥവാ നന്മ ജയിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇതുപോലെ നന്മയ്ക്ക് വേണ്ടി സത്യം കാരണം ദോഷം സംഭവിക്കാതിരിക്കാൻ കള്ളം പറയാമോ? Thank you. Thank you for raising a very quizzical question. Quizzical എന്ന് പറയും ഇംഗ്ലീഷ്. നമ്മള് ഒത്തിരി ശ്രദ്ധിച്ച് മാത്രമേ എനിക്കൊരു മറുപടി ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം സർഫസ് ലെവലിൽ ഈ ചോദ്യകർത്താവ് ചോദിച്ച ചോദ്യം, അതിനകത്തൊരു ഉത്തരം അണ്ടർസ്റ്റുഡ് എലമെന്റ് ഉണ്ടല്ലോ. കാര്യസാധ്യത്തിന് വേണ്ടി ആണെങ്കിലും പോയിക്കോട്ടെ, ഒരു കള്ളം പറഞ്ഞല്ലേ കാര്യം സാധിക്കേണ്ടത്, സത്യം പറഞ്ഞല്ലേ കാര്യം സാധിക്കേണ്ടത് എന്നുള്ളത്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഈ വിസ്ഡം ഓഫ് ദ മൊമെന്റ് എന്നൊരു സംഗതിയുണ്ട്. വിസ്ഡം ഓഫ് ദ മൊമെന്റ്. വിസ്ഡം ഓഫ് ദ മൊമെന്റ് ആണ് രാഹാബ് അപ്ലൈ ചെയ്തത്. ഷി വാസ് നോട്ട് സ്പീക്കിംഗ് ലൈ and she was not speaking truth either. Yes. She was not speaking lie, not speaking truth either. കാരണം ചില സമയത്ത് സത്യം ദോഷം ചെയ്യും. അതുകൊണ്ടാണ് T.S. എലിയട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഈഡിപ്പസ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് തൻ്റെ പ്രസിദ്ധമായ ഒരു റൈറ്റിംഗ് ഉണ്ട്. T.S. Eliot was one of the greatest scholars of the last century. നോബൽ laureate ആയിരുന്നു, വലിയ ഇംഗ്ലീഷ് എഴുത്തുകാരനും ഫിലോസഫർ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത്, "A relentless seeker of truth will be in perpetual trouble because all truth we cannot stand." A relentless seeker of truth will be in perpetual trouble എന്നാണ്. നിരന്തരമായ സത്യാന്വേഷി എന്നും പ്രശ്നങ്ങളിലായിരിക്കും. എല്ലാ സത്യങ്ങളും നമുക്ക് സഹിക്കാൻ കഴിയുന്നതുമല്ല. അപ്പം ഒരു മൊമെൻ്റ് എടുക്കുമ്പോൾ ആ മൊമെൻറ്റിൽ നമുക്ക് പറയാൻ കഴിയുന്നതായ വൈറ്റ് ലൈ ഉണ്ട്. വൈറ്റ് ലൈ. ആ വൈറ്റ് ലൈ ദോഷത്തെക്കാൾ ഏറെ ഗുണം ചെയ്യും. ആ വൈറ്റ് ലൈ ഉപയോഗിക്കാതെ ഞാൻ സത്യമേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സത്യം ദോഷത്തെക്കാളേറെ ഗുണം ചെയ്യും. അപ്പം വൈറ്റ് ലൈ ആണോ ബ്ലേറ്റന്റ് ട്രൂത്ത് ആണോ നീ ഉപയോഗിക്കേണ്ടത്? കേട്ടോണേ, വൈറ്റ് ലൈ ആണോ ഒരു ദോഷം ചെയ്തില്ല, വൈറ്റ് ലൈ. ബ്ലേറ്റന്റ് ട്രൂത്ത് ദോഷത്തിലേക്ക് നയിക്കും. ഇതിലേതാണ് നീ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് മനുഷ്യന് തീരുമാനിക്കാനുള്ള ചോയ്സ് ഉണ്ട്. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മനുഷ്യന് ഉപയോഗിക്കണം. ഇതിനെ എന്ത് പറയുന്നത്? സിറ്റുവേഷണൽ വിസ്ഡം എന്ന് പറയുന്നത്. ഇപ്പം വിസ്ഡം എന്ന ടോപ്പിക്സ് തന്നെ എടുക്കുമ്പോൾ അതിനകത്തൊരു സ്പെക്ട്രം അനാലിസിസ് ഉണ്ട്.
വിക്രം എന്ന് പറയുന്നത് 7-fold ലൈറ്റ്സ് ആണ് വിഷ്ഡം എന്ന് പറയുന്നത്. 7-fold ലൈറ്റ് ആണ് വിഷ്ഡം. ഈ 7-fold ലൈറ്റ് ഒരുമിച്ച് വന്ന് നമുക്ക് പ്യുവർ വൈറ്റ് അല്ലേ കിട്ടത്തുള്ളൂ. അതെ അതെ 7-fold 7 ഡിഫറെന്റ് ലൈറ്റ്സ് ഒരുമിച്ച് ഒരേ റേഷ്യോയിൽ വന്നാൽ നമുക്ക് കിട്ടുന്ന പ്യുവർ ലൈറ്റ് ആണ്. യെസ് പ്യുവർ ലൈറ്റ് ആണ്, പ്യുവർ വൈറ്റ് ആണ്. അതെ അതിനകത്ത് ഒരു കളറും ഇല്ലല്ലോ. ഇല്ല 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 ചുവപ്പും മഞ്ഞയും പച്ചയും ഒന്നും ഇല്ലല്ലോ. അതെ കിട്ടുന്ന പ്യുവർ വൈറ്റ് ആണ്. അപ്പം ഇതുപോലാണ് വിഷ്ഡത്തിന് 7 പാർട്സ് ഉണ്ട്. വിഷ്ഡം ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു 7 പാർട്സ്. ഇതിന് സ്പെക്ട്രം അനാലിസിസ് ഓഫ് വിഷ്ഡം എന്ന് പറയും. ക്രിസ്ത്യൻ എലീറ്റ് എന്ന ചാനൽ ഞാൻ തുടങ്ങാൻ കാരണം തന്നെ ഈ വിഷ്ഡം എന്ന സബ്ജക്റ്റ് ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. വിഷ്ഡം അനാലിസിസ് ആണ് ഇതിന്റെ ഈ ചാനലിന്റെ പ്രധാന ഉദ്ദേശം. ആ ഉദ്ദേശത്തിലാണ് പല പ്രോഗ്രാംസ് ഈ ചാനൽ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇത് കൊണ്ടുവന്നതും ഈ ബൈബിളിനെ പറ്റിയുള്ളൊരു വിഷ്ഡം ആൾക്കാർക്ക് എത്തിക്കുന്നതിനാണ്. ഇതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്സ്. 7-fold ആണ് വിഷ്ഡം എന്ന് പറയുന്നത്. ആ 7-foldലെ ഒരെണ്ണമാണ് വിഷ്ഡം ഓഫ് ദി മൊമെന്റ് എന്ന് പറയുന്നത്. വിഷ്ഡം ഓഫ് ദി മൊമെന്റ്. വിഷ്ഡം ഓഫ് ദി മൊമെന്റ് എന്ന് പറയുന്നത് അവിടെ ആർ യു ഗോയിങ് ടു അപ്ലൈ എ വൈറ്റ് ലൈ ഓർ എ ബ്ലേറ്റന്റ് ട്രൂത്ത്? ഒരു ബ്ലേറ്റന്റ് ട്രൂത്ത് ആണോ അതോ വൈറ്റ് ലൈ ആണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്? അത് ആര് തീരുമാനിക്കണം? എങ്ങനെ തീരുമാനിക്കണം? He has to ask God for God's wisdom. God, give me your wisdom so that I can apply whichever is most applicable here. ദൈവമേ, അങ്ങയുടെ ജ്ഞാനം എനിക്ക് തരണം. എന്തിനു വേണ്ടി? ഇവിടെ ഞാൻ ഏതാണ് അപ്ലൈ ചെയ്യാൻ? ഗോഡ് മീ. നമ്മൾ വേദോസം മുഴുവൻ വായിക്കുമ്പോൾ ധാരാളം സമയങ്ങളിൽ ഈ വൈറ്റ് ലൈ വളരെ ഇൻ്റലിജൻ്റ് ആയ ആളുകൾ, വളരെ വയസ്സായ ആളുകൾ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. എക്സാമ്പിൾ, അബ്രഹാം. ഹൂ ഈസ് ദിസ് ലേഡി വിത്ത് യു? ദാറ്റ്സ് മൈ സിസ്റ്റർ. ദാറ്റ്സ് മൈ സിസ്റ്റർ. സപ്പോസ് അങ്ങനെ അല്ലെങ്കിലോ, ബ്ലേറ്റന്റ് ട്രൂത്ത് ആണെങ്കിലോ, ഇപ്പം ആഫ്രിക്കയിലാണ്, ഈജിപ്തിൽ നിന്ന് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കൻസിൻ്റെ ഏറ്റവും വലിയ ബലഹീനത വൈറ്റ് ലേഡീസാണ്. ഇനിയും ദോസ് ഡേയ്സ്, ഇപ്പോഴത്തെവരുടെ അങ്ങനെ പറഞ്ഞില്ല. കാര്യം പറഞ്ഞാൽ അവരെന്നെ റേസിസ്റ്റാന്ന് പറഞ്ഞുകൊണ്ട് വരും. ഞാൻ ഇപ്പോഴത്തെ ആഫ്രിക്കക്കാർ വിടുകയാണ്. അന്നത്തെ ആഫ്രിക്കക്കാരുടെ ഏറ്റവും വലിയ പ്രോബ്ലം വൈറ്റ് ലേഡീസാണ്. പ്രത്യേകിച്ച് ഈ അബ്രഹാം താമസിക്കുന്ന റീജിയൻ ഉണ്ടല്ലോ, പാലസ്തീൻ. ആ പാലസ്തീനെ ഇവര് ഈജിപ്ഷ്യൻസ് അവരുടെ കീഴിൽ വച്ചിരിക്കുന്ന കാര്യം തന്നെ ഇതുകൊണ്ടാണ്. അപ്പൊ അവിടുന്ന് ഒരു മനുഷ്യൻ ഒരു വൈറ്റ് ലേഡിയുമായിട്ട് വരുന്നു. He says, no, we are husband and wife. Kill the husband, take the wife. അത് അവരുടെ നിയമമാണ്, അന്നത്തെ നിയമമാണ്. ഏത്? Kill the man and take his wife എന്നുള്ളത്. ഭർത്താവ് മരിച്ചു, ഭാര്യ എടുക്കും എന്നുള്ളത് ഒരു നിയമമാണ്. അവിടുത്തെ എന്താ, പിന്നെ ആര് തെറ്റ് പറയാത്ത പൊതുവെ അംഗീകരിച്ച നിയമമാണ്. So what should Abraham do? He had to speak a white lie. അല്ലേ? അപ്പം വൈറ്റ് ലൈ ആണോ അതോ ബ്ലൈറ്റന്റ് ട്രൂത്ത് ആണോ എന്നുള്ളത്, ദാറ്റ് ഈസ് ദ വിസ്ഡം ഓഫ് ദ മൊമെന്റ്. ദാറ്റ് ഈസ് ദ വിസ്ഡം ഓഫ് ദ മൊമെന്റ്. അപ്പം രാഹാബ് കള്ളമല്ല പറഞ്ഞത്. It was a white lie. Applied the wisdom of the moment. Okay. Wisdom of the moment എന്താണെന്ന് അറിയാവുന്നവർക്ക് മാത്രം അത് മനസ്സിലാവും. അറിയാൻ മേത്തവർക്ക് നാളെ ഇത് പറഞ്ഞു, ഇനി അയാൾ അങ്ങനെ പറഞ്ഞു, അബ്രഹാം പറഞ്ഞു, ചെയ്ത എന്നുള്ള പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വരും. ഓക്കെ, ദാറ്റ്സ് മൈ ആൻസർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. അടുത്ത ചോദ്യം എഫേസ്യ ലേഖനം 6-18 ആധാരമാക്കിയുള്ളതാണ്. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ എന്നാണ് വചനം പറയുന്നത്. ചോദ്യം എങ്ങനെയാണ്, ഏത് നേരത്തും ഒരു മനുഷ്യന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? കഴിയും.
സിമ്പിൾ, കഴിയും. ഉം. കഴിയും. അത് ആരെങ്കിലും ശ്രമിച്ചിട്ട് പറയണം കഴിയത്തില്ലെന്ന്. ഉം. ഒരാള് ഞാൻ ഫുൾ ടൈം പ്രാർത്ഥിക്കാൻ 24/7 പ്രാർത്ഥിക്കണം എന്ന് തീരുമാനിച്ചു. ആ. പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ല. ട്രൈ ചെയ്തിട്ട് വേണം പറയാനല്ലേ. അതെ. നമ്മുടെ മുമ്പിൽ ഒരു ഗ്ലാസ് ചായ കൊണ്ടുവച്ചു. ഉം. അതിനകത്ത് മധുരമില്ലെന്ന് പറയുന്നതിന് മുമ്പ് എന്തോ ചെയ്യണം? ഒന്ന് കുടിച്ച് നോക്കണം അല്ലേ? Yes. ആണല്ലോ. മധുരമില്ലാത്ത ചായ കൊണ്ട് വെച്ചിരിക്കുകയാണെന്ന് ദേഷ്യപ്പെടുന്നത് എന്തിനാ? നീ അതിന് കുടിച്ചു നോക്കിയോ? ഇല്ലല്ലോ. ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഒന്ന് പറ ഇതൊക്കത്തില്ലെന്ന്. ഉം. അതിൻ്റെ ലോജിക്ക് ഇതാണേ. ഉം. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ ഉം. എന്ന് പറയുമ്പം ഒരു പ്രാർത്ഥനാ വിഷയം മറ്റേ പ്രാർത്ഥനാ വിഷയം തമ്മിൽ സ്പേസ് ഉണ്ടാകരുത്. എപ്പോഴൊക്കെ പ്രാർത്ഥന ആവശ്യമാണോ അപ്പോഴൊക്കെ നീ പ്രാർത്ഥിക്കണം. അവിടെ സ്പേസ് വേക്കൻ്റ് ആയിട്ട് ഇടരുത്. അതാ ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ. ഉം. ഉം. രണ്ടാമത്തെ കാര്യം, ഏതു നേരത്തും പ്രാർത്ഥനയാലും അഭയാചനയാലും ഉം. അവിടെ തീർന്നില്ല. ഉം. പ്രേ ഇൻ സ്പിരിറ്റ് എന്നാ പറയുന്നത്. ആത്മാവിൽ പ്രാർത്ഥിച്ച്. പ്രേ വിത്ത് യുവർ മൗത്ത് എന്നല്ലല്ലോ പറഞ്ഞത്. അല്ല, ആത്മാവിൽ പ്രാർത്ഥിക്കും. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ആത്മാവ് പ്രാർത്ഥിക്കും. ഉണർന്നിരിക്കുക അല്ലേ. നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമ്മുടെ ജോലി വളരെ ശ്രദ്ധിച്ചിരിക്കുമ്പോഴും നമ്മുടെ ആത്മാവ് തമ്മിൽ ഉണർന്നിരിക്കുക അല്ലേ. അപ്പം നമ്മൾ പൗലോസ് ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ജഡം കൊണ്ടും പ്രാർത്ഥിക്കും. ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ബുദ്ധി കൊണ്ടും ജഡം കൊണ്ടും പ്രാർത്ഥിക്കും. ജഡം കൊണ്ട് ബുദ്ധി കൊണ്ടാണ്. ബുദ്ധി കൊണ്ടുള്ള 1 മണിക്കൂർ പ്രാർത്ഥന കഴിഞ്ഞു. ഇനിയും ഞാൻ എൻ്റെ കാര്യങ്ങൾ തിരിയുക. ബട്ട് മൈ സ്പിരിറ്റ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ദൈവത്തോട് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാമെന്നു എൻ്റെ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും. ജഡത്തിൽ ഞാൻ എൻ്റെ കാര്യത്തിന് പോയി. പ്രാർത്ഥന മുടങ്ങിയോ? മുടങ്ങിയില്ല. ഒരു ഡോക്ടർ ഡ്യൂട്ടിക്ക് വന്നു. 8 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞു. അടുത്ത ആളിനെ ഏൽപ്പിച്ചിട്ട് ഡോക്ടർ വീട്ടിൽ പോയി. പിറ്റേ ദിവസമാണ് വരുന്നത്. പക്ഷെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് ഡ്യൂട്ടി മുടങ്ങിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് ഡ്യൂട്ടി 24/7. ഈ ഒരു ഡോക്ടർ തന്നെയാണോ ചെയ്തത്? അല്ല. ഇവിടെ എന്തേ പറഞ്ഞുള്ളൂ? നീ നിന്റെ എല്ലാ പണിയും നിർത്തിവെച്ച് ഒരു ഒറ്റ കാര്യത്തിന് പോകാതെ ഒരു ചായ പോലും കുടിക്കാതെ ഫുൾ ടൈം പ്രാർത്ഥിച്ചു എന്നാണോ പറഞ്ഞത്? അല്ല. അവിടെ പറഞ്ഞിട്ടില്ലാത്ത കാര്യം ഉദ്ദേശിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? അവിടെ പറഞ്ഞത് എന്ത്? ആത്മാവിൽ പ്രാർത്ഥിക്കാനല്ലേ പറഞ്ഞത്. അപ്പോൾ ഏത് സമയത്തും 24/7 നമ്മൾ വസിച്ച് നമുക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവുള്ളത് കൊണ്ട് നമ്മൾ നമ്മുടെ പ്രേ ടൈം കഴിഞ്ഞ് ആത്മാവിനെ ഈ ചുമതല ഏൽപ്പിച്ചിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് പോരുകയും വീണ്ടും വരിക പ്രാർത്ഥിക്കുകയും വീണ്ടും ആത്മാവിനെ ഏൽപ്പിച്ചിട്ട് പോവുകയും ചെയ്യുമ്പോൾ 24/7 പ്രാർത്ഥന ഒരു ബ്രേക്കുമില്ലാതെ തുറന്നുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് ദി ആബ്സല്യൂട്ട് ഫൈനൽ വെരി വെരി ക്ലിയർ അൺഡിസ്പ്യൂട്ടബിൾ ആൻസർ. വെരി ക്ലിയർ ആൻസർ സർ. അടുത്ത ചോദ്യം പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. റോമാലേഖനം 15-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ഞാൻ പൗലോസ് ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണിക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം എന്ന് പ്രബോധിപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ പോരാടുക എന്ന വാക്കുകൊണ്ട് പൗലോസ് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് റെസ്ലിംഗ് പ്രേയർ? ഓക്കെ, അത് വളരെ സിമ്പിളാണ്. ഈ പ്രാർത്ഥന എന്ന അർത്ഥം വരുന്ന 3 വാക്കുകളെ ബൈബിളിലാകെയുള്ളൂ. എൻറ്റയർ ബൈബിളിൽ പ്രാർത്ഥന എന്ന അർത്ഥം വരുന്ന 3 വാക്കുകളേ ഉള്ളൂ. 3 വാക്കുകൾ. ആ 3 പ്രവൃത്തിയാണ്. ഒന്നിന് ഫൽ ആലെന്നും മറ്റേതിന് പഗ് ആ എന്നും
മൂന്നാമത്തെ ഷെൽ എന്നും പറയും. ഉം. ഈ 3 വാക്കുകളേ ഉള്ളൂ. ഈ 3 വാക്കുകളും അതിൻ്റെ കോറിൽ പോയാൽ ഉം. പൗലോസ് പറഞ്ഞ ഈ അർത്ഥമാണ്. ഉം. ഇപ്പം വേദപുസ്തകത്തിൽ പ്രാർത്ഥന എന്ന വേർഡ് ആദ്യം പറഞ്ഞിരിക്കുന്നത് എവിടാന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ അല്ലെങ്കിൽ തമിഴിലോ ഗ്രീക്കിലോ വായിക്കുന്നവർ വെള്ളം കുടിച്ചാലും നിങ്ങളത് കണ്ടുപിടിക്കത്തില്ലെന്നേ. വേദപുസ്തകത്തിൽ പ്രാർത്ഥന എന്ന വേർഡ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഗ്രീക്കിലും മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒരിടത്തും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഉം. വഇത്പലൈ അഡനായി ദവ് ആർ എന്ന് പറയുന്നതാണ്. വഇത്പലൈ അഡനായി ദവ് ആർ. ഇതിനർത്ഥം എന്നറിയാമോ? നീ അബ്രഹാമിനോട് ചോദിക്കുക, അബ്രഹാമേ, നടക്കത്തില്ലെന്ന് ലോകം നിന്നോട് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. 100 വയസ്സായ നിനക്കിനി മക്കളുണ്ടാകത്തില്ലെന്ന്, കിളവിയായ സാറാമ്മച്ചിക്കിനി മക്കളുണ്ടാകത്തില്ലെന്ന്, നടക്കത്തില്ലെന്ന് ലോകം നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നടത്തി തരണം എന്ന് എന്നോടൊന്ന് പറയാമോ? യു കം ആൻഡ് ഹാവ് എ ടഗ് ഓഫ് വാർ വിത്ത് മീ. നടത്തി തരാതെ ഇവിടുന്ന് പോകണ്ട. ദൈവം നടത്തി തരാതെ ഇവിടുന്ന് പോകണ്ടെന്ന് മനസ്സിലായ പോരാട്ടം എന്താണെന്ന് നടത്തിയിട്ട് പോയച്ചാൽ മതി. നിനക്ക് എന്നോടൊന്ന് പറയാമോ? ചലഞ്ച്. അവിടെ പ്രാർത്ഥന ആദ്യം വരുന്നത്. രണ്ടാമത്തത് പഗ് ആ എന്നാണ്. പഗ്ഗ എന്ന വേർഡിൻ്റെ അർത്ഥം ഐ നീഡ് എ ചാൻസ് എൻകൗണ്ടർ. എ ചാൻസ് എൻകൗണ്ടർ. One touch. One touch. That one touch can make the whole change in my life. ആരോടാ ദൈവത്തോട് പറയുന്നത്? ദൈവത്തോട് പറയാം, ഐ നീഡ് എ ടച്ച്. ഐ നീഡ് എ ടച്ച്. മൂന്നാമത്തെ വേർഡ് ഷെൽ എന്ന ഷെൽ. അവിടെ നിൽക്കാൻ ആരോടെ? ദൈവത്തോട് അല്ലേ? പിടിച്ച് വലിക്കുക, ഇങ്ങോട്ട് വലിക്കുക. ഇങ്ങോട്ട് വലിക്കുക. ഒരു ഡിബാക്കിൾ ഫെയിലിയർ ഉണ്ടായ ഒരു മനുഷ്യൻ യോശുവ. ഹായ് പട്ടണത്തോട് തോറ്റു. നേരെ വന്നു യഹോവയുടെ നിയമത്തിൽ ഒരൊറ്റ കിടപ്പം കിടന്നു. അവിടെ കിടക്കുക. ദൈവം മറുപടി പറഞ്ഞില്ലെങ്കിൽ അവൻ അവിടെ കിടന്ന് ചാകത്തേ ഉള്ളൂ. അവിടെ കിടന്ന് തീരത്തേ ഉള്ളൂ. ഗോഡ്, യു ഹാവ് ടു ഗിവ് മീ ആൻസർ. അല്ലേ? ഒരു സന്ധിക്ക് ഒരു മനുഷ്യൻ ഒരു ദൂതന്റെ കാലേക്ക് ഒരു ഒറ്റപ്പിടുത്തം പിടിച്ചു. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. കമോൺ, ലെറ്റ് us sit together. എന്തിന്? റോമിലെ ചേർച്ച് ഒരു വലിയ ഇഷ്യൂ ഫേസ് ചെയ്യാണ്. റോമൻ ചർച്ച് വാസ് ഗോയിങ് ടു ഫേസ് എ മാസീവ് ക്രൈസിസ്. A massive crisis. How could that be solved? ഞാൻ അങ്ങോട്ട് വരാൻ പോവാ. പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ പോവാ. നമുക്ക് ഒരുമിച്ച് പോരാടണം പ്രാർത്ഥനയിൽ. എന്തിനു വേണ്ടി? ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ എടുക്കും. ലോർഡ്, ഐ നീഡ് എ മിറക്കിൾ. ഇമ്പോസിബിൾ എന്ന് ലോകം പറഞ്ഞ കാര്യങ്ങൾ റോമൻ ചർച്ചിൻ്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുക. നടക്കത്തില്ലെന്ന് പറഞ്ഞത് ലോർഡ് നടത്തി തരണം. ബിലീവേഴ്സ് ഇൻ റോം, ദേ നീഡ് എ ടച്ച്, എ ചാൻസ് എൻകൗണ്ടർ. Number 3, we are going to grab on you. We are going to grab on you. We are going to grab on you. ഇങ്ങോട്ട് വലിക്കാൻ പോവാ. ഇപ്പം ഗലീലയിലെ തെരുവിൽ കൂടെ ആൾക്കൂട്ടത്തിനിടെ നടന്നു പോകുന്ന കർത്താവിനെ
പുറകെ കൂടെ ചെന്ന് ഒരു ഒരു രക്തസാവസ്കാരത്തെ സ്ത്രീ ഉം. ആ വസ്ത്രത്തിന്റെ അടുത്ത് കയറി പിടുത്തം പിടിച്ചു. Could Jesus go further? He couldn't go any further. ഉയർത്തെഴുന്നേൽപ്പിന് അന്ന് രാവിലെ കല്ലറയുടെ പുറത്ത് ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുക. അവഗണിച്ചിട്ട് പോകാൻ പറ്റുമോ? സ്റ്റോപ്പ് ഗോഡ്. ഇതൊക്കെ അറിയാവുന്ന ആളാ പൗലോസ്. Okay. അതുകൊണ്ട് ആ സെൻസിൽ അങ്ങനെ പറഞ്ഞാൽ വരാൻ പോവാ. Let us sit together. Let's fight. Let's have a real fight. That's what he meant. Okay, mom. അടുത്ത കൊഞ്ച് ചോദിച്ചു. അടുത്ത ചോദ്യം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 23, 24, 25, 26 വാക്യങ്ങളില് ഉം. ഇപ്രകാരമാണ് പറയുന്നത്: എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രനെ, നിന്റെ ആദ്യജാതനെ തന്നെ കൊന്നുകളയും എന്ന് പറക. ഉം. എന്നാൽ വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവ അവനെ എതിരേറ്റ് കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ സിപ്പോറ ഒരു കൽക്കത്തിയെടുത്ത് തന്റെ മകന്റെ അഗ്രചർമ്മം ഛേദിച്ചു അവന്റെ കാൽക്കിലിട്ടു. നീ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ അവനെ വിട്ടൊഴിഞ്ഞ് ആ സമയത്താകുന്നു അവൾ പരിച്ഛേദന നിമിത്തം രക്തമണവാളൻ എന്ന് പറഞ്ഞത്. ഈ ടെക്സ്റ്റിന്റെ സാഹചര്യം എന്താണ്? രക്തമണവാളൻ എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ഈ പറഞ്ഞ പോലെ സിറ്റുവേഷൻ അനാലിസിസ് ആണ്. അത് മുഴുവനും എൻ്റെ സിറ്റുവേഷൻ അനാലിസിസ് ആണ്. ഒരുപക്ഷെ നമ്മൾ സാധാരണ സർഫസ് ലെവലിൽ നമ്മുടെ വേദവസ്തു വായിക്കുന്ന നമ്മുടെ വായനക്കാരോ അല്ലെങ്കിൽ സാധാരണ ഒരു ബൈബിൾ കോളേജിൽ ഒരു നല്ല ക്വാളിഫിക്കേഷൻ MDO MTO ഒക്കെ ഉള്ളവർ നല്ല ക്വാളിഫിക്കേഷൻ എടുത്ത ഒരാൾക്കോ അവരുടെ ശ്രദ്ധയിലോ പഠനത്തിലോ വായനയിലോ ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഒരിക്കലും വരാൻ സാധ്യതയില്ല. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ അൺറിട്ടൺ സൈഡ് ഓഫ് ദ ലൈഫ് ഓഫ് മോസസ്, മോശയുടെ ജീവിതത്തിൻ്റെ ഒരു അൺറിട്ടൺ സൈഡുണ്ട്. എഴുതപ്പെടാത്ത ഭാഗം, അൺറിട്ടൺ സൈഡുണ്ട്. ഈ അൺറിട്ടൺ സൈഡിനെ പറ്റി ജൂവിഷ് സേജസിന് നല്ലോണം അറിയാമായിരുന്നു. ജൂവിഷ് സേജസിന് അവരുടെ റൈറ്റിങ്സിൽ മാത്രമേ നമുക്കതിന് എന്തെങ്കിലും ഒരു എവിഡൻസ് കിട്ടത്തുള്ളൂ. ഉള്ളി അതിനെപ്പറ്റി ഏറ്റവും മനോഹരമായി ഉള്ള റൈറ്റപ്സ് വായിക്കാൻ എൻ്റെ ഒത്തിരി വർഷം മുമ്പ് വായിക്കാൻ നല്ല കണ്ണൊക്കെ തെളിഞ്ഞ കാലത്ത് എനിക്ക് കഴിഞ്ഞിരുന്നു. ദൈവം മോശയോട് ചെയ്തത്, ഞങ്ങളുടെ ബിബ്ലിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഭാഷ പറഞ്ഞാൽ, ഒരു പേഴ്സണാലിറ്റി റീസ്ട്രക്ചറിങ് ആണ്. ആ പേഴ്സണാലിറ്റി റീസ്ട്രക്ചറിങ്ങിന് ദൈവം മോശയെ വിധേയനാക്കുമ്പോൾ മോശയ്ക്ക് ഒട്ടും അനുകൂലമല്ലാത്ത, 1% പോലും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ മോശയെ കൊണ്ടിട്ടു. ഒരിക്കൽ ഈജിപ്തിൽ താമസിക്കുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരുന്നു. ഈജിപ്തിൻ്റെ സർവ്വസൈന്യാധിപനാണ്, അടുത്ത ഫറോ ആകാൻ പോവുകയാണ്, എന്തും തനിക്ക് സ്വാധീനത്തിലുണ്ട്. അറ്റ് ഹിസ് കമാൻഡ്, എവറിത്തിങ് അറ്റ് ഹിസ് ഫിംഗർ ടിപ്പ്. ഇനി നമുക്ക് മിദ്യാനി വന്നപ്പോൾ സിപ്പോറ എന്നൊരു പെണ്ണുപിള്ളയെ കല്യാണം കഴിച്ചത്. ഈ പെണ്ണുപിള്ള കറക്റ്റ് മിദ്യാനി പെണ്ണുങ്ങളുടെ സ്വഭാവമാണ്. എന്ന് പറഞ്ഞാൽ അനുസരണം എന്ന സാധനം ജീവിതത്തിലില്ല. സബ്മിസീവ്നെസ് നടക്കത്തുമില്ല. മനസ്സിലായോ? നെവർ സബ്മിസീവ് ടു മോസസ്, നെവർ ഒബീഡിയൻറ്റ്. എന്തെങ്കിലും പറഞ്ഞു തരുന്നതിന് മുമ്പ് പെണ്ണും പിള്ള തല ചാടി പറിക്കാൻ വരും. എന്തൊരു സാധനം! ഇവർ രണ്ടും രണ്ട് സ്ട്രോങ് കൾച്ചേഴ്സിൻ്റെ പ്രോഡക്ട്സാണ്. മോശ പരിച്ഛേദന എന്ന് പറയുന്നത് ശക്തമായ ഒരു ടീച്ചിങ്ങിൻ്റെ പ്രോഡക്റ്റാണ്.
മോശ മിസ്രയീമ്യന്റെ ബാലനാണെന്നുള്ളത് ഫറവോന്റെ പുത്രിക്ക് എങ്ങനെ മനസ്സിലായത്? മോശ നോക്കിയപ്പോൾ സർക്കംസൈസ്ഡ് ആണ്. മോശയെ നോക്കിയപ്പം സർക്കംസൈസ്ഡ് ആണ്, അല്ലേ? 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റപ്പെട്ടാണ്, 3-ാമത്തെ മാസത്തിൽ കാണുകയാണ്. അതാ എവിഡൻസ്. എന്ത്? മിസ്രയീമിന്റെ മോനാണെന്നുള്ളത്, എബ്രായരുടെ മോനാണെന്നുള്ളത്. അപ്പം തലമുറയായിട്ട് ഇവർക്ക് അനുഷ്ഠിക്കേണ്ട കാര്യമാണിത്. എല്ലാവരും ചെയ്തു വെക്കത്തുള്ളൂ. മോശയ്ക്ക് ഒരു മോൻ ജനിച്ചു. എബ്രായനായ മോശയ്ക്ക് താൻ ജനിച്ച മകനെ എന്ത് ചെയ്യണം? പരിച്ഛേദന ചെയ്യണം, അല്ലേ? ഈ പെണ്ണുമ്പിളെ സമ്മതിക്കുമോ? മനുഷ്യ ഇവിടെ നടക്കത്തില്ല. ഇത് ഒരു എക്സാമ്പിളാണ്. ഇവർക്ക് ഇഷ്ടം എന്താണ്? അവർക്ക് ഇവിടെ കുറച്ച് ആടൊക്കെ ഉണ്ട്, അതിനെ തീറ്റി വരികയെ കഴിയുക. അപ്പുറം ദിവ്യവിളി എന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യം വരും അവർക്ക്. അങ്ങനെ റെസിസ്റ്റ് ചെയ്ത് എന്താ, കൊല്ലം കുറെ അങ്ങ് പോയി. വർഷം 40 പോയി. 10 വർഷമേ ആകാമായിരുന്നു. 30 വർഷം എക്സ്ട്രായാണ് പോയത്. അത് ഞാൻ വേറെ സമയത്ത് തന്നെ കണക്ക് പറയാം. ഇപ്പം ദൈവം ഇടപെട്ട് മോശ അവസാനം പോകാൻ തീരുമാനിച്ചു. ആരാ നിർബന്ധിക്കുന്നത് മോശയെ മിസ്രയീമിൽ പോകാൻ? അമ്മായിയപ്പനാ. ദൈവം നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ പോകണം എന്ന് പറഞ്ഞ് ഭാര്യയും കുഞ്ഞിനെ കയറ്റിവിടുക. ഈ പെണ്ണുപിള്ള സ്വഭാവം കേട്ടോണേ. അവിടെ നിന്ന് കാര്യമൊന്നും നടക്കുന്നില്ല. പെണ്ണുപിള്ള മനുഷ്യൻ ഞാൻ പോവുക, ഇവരങ്ങ് തിരിച്ചു പോന്നു. അതിന് ജനം വിടിവിക്കപ്പെട്ട് കഴിഞ്ഞപ്പം ഇത്രോ തിരിച്ച് ഈ മോനെ കൊണ്ട് കൊടുക്കുകയാണ്. അത്രയും റിബല്യസ് ആണ് അവർ, മനസ്സിലാക്കണം. അപ്പൊ ഇവരാദ്യം വരുന്ന സമയത്ത് ഇങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. ദൈവം ശക്തമായിട്ട് അങ്ങ് ഇടപെട്ടു. അവളോട് പറഞ്ഞു, നീ എൻ്റെ മൂത്ത മകൻ ഇസ്രായേൽ എന്ന് പറയുന്നത്, ആ ഇസ്രായേലിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മോശ പോകുന്നത്. നീ ഫുൾ സപ്പോർട്ട് കൊടുക്കണ്ടേ മോശയ്ക്ക്? കൊടുക്കത്തില്ലെന്ന് നീ തീരുമാനിച്ചാൽ എൻ്റെ മൂത്ത മകനായ ഇസ്രായേലിനെ രക്ഷിക്കുന്നതിന് നീ തടസ്സം നിന്നാൽ നിന്റെ മൂത്ത മോനെ ഞാൻ ഇപ്പൊ കാച്ചുമെന്ന് പറഞ്ഞു, ഇപ്പൊ കൊല്ലുമെന്ന് പറഞ്ഞു. ഇവർക്കങ്ങ് ആദ്യം അയ്യോ, പെട്ടെന്നൊരു പിച്ചാത്തി എടുത്ത് ഇവന്റെ അഗ്രചാരം കർമ്മിച്ച് മുട്ടെടുത്ത് കൊടുത്തിട്ട് എന്തോ പറയുന്നൊരു പിടിയില്ല, നീ എനിക്ക് രക്തമണവാളൻ. എന്തോ അതിനർത്ഥം? വല്ല അർത്ഥമുണ്ടോ? ചോരയെങ്കിൽ ചോര തന്നേക്കുന്നു, മണവാളനെ പോലെ ഞാൻ നീ പറഞ്ഞ് സ്വീകരിക്കാൻ പോവാണെന്ന്. He spoke a senseless sentence that does not make any sense at all. അവരുടെ ആ പരിഭ്രമം ഉണ്ടല്ലോ, പേടിച്ചോയി വിരണ്ടുപോയി. മോൻ മുന്നേ കിടന്ന് ചാകാൻ പോവാ, ചെറുക്കൻ കിടന്ന് വിറയ്ക്കുക. പോയി ചെറുക്കനെ രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് കറിപ്പിച്ചാത്തി എടുത്ത് ഇവന്റെ അഗ്രഹം വിളിച്ച് അങ്ങോട്ട് എടുത്ത് പറഞ്ഞു, നീ എനിക്ക് രക്തമണവാളൻ. ഇതാണ് ഫുൾ കോണ്ടെക്സ്റ്റ്. ദാറ്റ് ഈസ് എ ഫുൾ കോണ്ടെക്സ്റ്റ്. ഇപ്പൊ നമുക്ക് അതിപ്പോ അറിഞ്ഞില്ല എന്നുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വലിയ കുഴപ്പമൊന്നും വരത്തില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മളോട് ചോദിക്കുന്നവരോട് നമുക്ക് റെസ്പെക്ട് ഇല്ല. അല്ലേ? പിന്നെ ദേ ഡിസേർവ് ആൻസർ. ചോദ്യം ചോദിക്കുന്നത് മറുപടി അർഹിക്കുന്നുണ്ട്. അപ്പൊ അവര് നമുക്ക് റെസ്പെക്റ്റോടുകൂടി കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും വിശദമായിട്ട് ഈ കാര്യം പറഞ്ഞത്. ഇനി ഒരുപാട് കൺഫ്യൂസിങ് എലമെന്റ്സ് ഉണ്ട്. മോശയുടെ ഭാര്യയെ പറ്റി പറഞ്ഞു, അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി പറഞ്ഞു. ശരിക്കും പറഞ്ഞ പേഴ്സണൽ ലൈഫില് ഉരുകി നീറി നിന്ന ഒരു മനുഷ്യനായിരുന്നു മോശ. ഈ സമയത്ത് മാത്രമല്ല, പിന്നീട് സഹോദരിയും കൂട്ടങ്ങളോടെ കൊണ്ടാക്കി ഇവളെ കല്യാണം കഴിച്ചതിന്. He had so many issues to face. That's my answer, Mom. You have any more questions to ask now?
If the time permits, I can ask one more question. ടൈം പെർമിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു ചോദ്യം കൂടി ചോദിച്ചു പെട്ടെന്ന്. Okay. മത്തായി സുവിശേഷം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. ഈ വാക്യത്തിന്റെ പൊരുളെന്താ? ഇത്രേ ഉള്ളൂ. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതി, ഒന്ന്, അവർക്ക് കിട്ടുന്നതിൽ മുഴുവൻ അവർ ദശാംശം കൊടുക്കും. ഇനിയും ആഴ്ചയിൽ 2 നേരം ഉപവസിക്കും. 2 ഫുഡ് അവർ ഒഴിവാക്കും. ആ ഫുഡ് കഴിക്കാൻ ആ മണി അവരിവിടെ കൊണ്ടുവരും. അങ്ങനെയാണ്. അപ്പം നമ്മൾ പുതിയ നിയമത്തിൽ ദശാംശത്തിന് പ്രമാണമുണ്ടോ ചില ചോദിക്കുകയാണ്. ദശാംശത്തിന് പുതിയ നിയമത്തിൽ പ്രമാണം കൊടുത്തിട്ടില്ലല്ലോ. പുതിയ നിയമത്തിൽ ദശാംശത്തിന് പ്രമാണമുണ്ടോ? പുതിയ നിയമത്തിലുള്ള എല്ലാ പ്രമാണങ്ങളും ആരംഭിച്ചത് പഴയ നിയമത്തിലാണ്. ദശാംശത്തിന്റെ പ്രമാണം ആരംഭിച്ചത് പഴയ നിയമത്തിലാണ്. സ്നാനത്തിന്റെ ഡോക്ടറിനെ ആരംഭിച്ച പഴയ നിയമത്തിലാണ്. രക്ഷയുടെ ഡോക്ടറിനെ ആരംഭിച്ച പഴയ നിയമത്തിലാണ്. തിരുവത്താഴത്തിന്റെ ഡോക്ടറിനെ ആരംഭിച്ച പഴയ നിയമത്തിലാണ്. വിശുദ്ധ ജീവിതത്തിന്റെ ഡോക്ടറിനെ ആരംഭിച്ച പഴയ നിയമത്തിലാണ്. ആരാധന ഡോക്ടറിനെ ആരംഭിച്ചത് പഴയ നിയമത്തിലാണ്. അഭിഷേകത്തിന്റെ ഡോക്ടറിനെ ആരംഭിച്ചത് പഴയ നിയമത്തിലാണ്. പഴയ നിയമത്തിലെ ഡോക്ടറിന്റെ ഭാഗമാണ് ഏത്? ദശാംശം. ഇവരെന്ത് ചെയ്തു? അവർക്ക് കിട്ടിയ സകലത്തിലും ദശാംശം കൊടുത്തു. 2 നേരം ഉപവസിച്ചു. അത് അവരുടെ നീതിയായിരുന്നു. നിങ്ങളുടെ നീതി അതിനേക്കാൾ കവിയണം എന്ന് പറയുമ്പം, നിനക്ക് 100 രൂപ കിട്ടിയെങ്കിൽ നീ 10 രൂപ പ്ലസ് 10 പൈസ കൊടുക്കണം, ദശാംശം. അപ്പോൾ എവിടെയായി? പരീശന്റെ നീതിയെ കവിയും. 7 ദിവസത്തിനൊരിക്കൽ ആരോഗ്യമുള്ള കാലത്ത് 3 ഫുഡ് അവോയ്ഡ് ചെയ്യണം. അവോയ്ഡ് ചെയ്ത് പ്രാർത്ഥനയ്ക്കായിട്ട് സമയം മാറ്റി വെക്കണം. 3 ഫുഡ് ഒരു ദിവസം മുഴുവൻ നമുക്കെടുക്കാം. ഫ്രൈഡേ 2 ഫുഡും ഞായറാഴ്ച 1 ഫുഡ് ആക്കാം. 3 ഫുഡായില്ലയോ? ത്രൂ ഔട്ട് ഈ സൈക്കിളിൽ ഒരാഴ്ചയിൽ 3 ഫുഡ് അവോയ്ഡ്, 3 നേരം ഉപവസിക്കാം. എല്ലാ ഇംഗത്തിൻ്റെയും ദശാംശം പ്ലസ് 1 പെന്നി ആകുമ്പോൾ അതിനൊക്കെ കൂടി അല്ലേ? അങ്ങനെ നിങ്ങൾ ചെയ്യണം. കർത്താവ് പറഞ്ഞ ഡോക്ട്രിനാണ്, ഉപദേശം. പക്ഷെങ്കിൽ ഡോക്ടറിനാണെന്ന് മനസ്സിലാക്കാൻ ഇല്ലാത്തതുകൊണ്ടും പിന്നെ പിശുക്ക് പൈസ കിട്ടിക്കഴിയുമ്പോഴേ 10 രൂപ കൊടുക്കുമ്പോൾ 1 രൂപ കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. 100 രൂപ കിട്ടുമ്പോൾ 10 രൂപ ആകുമ്പോൾ ഇച്ചിരി വിഷമാണ്. പക്ഷെ 10,000 രൂപ കിട്ടുമ്പോഴാണ് ഈ 1000 രൂപയോ അല്ലേ? ആ പിശുക്ക് കാരണം എന്താ ചെയ്യുന്നത്? പറഞ്ഞിട്ടുണ്ടോ? എടാ, ഓൾറെഡി പഴയ പറഞ്ഞില്ലയോ? അതിന് വേണ്ടെന്ന് പറഞ്ഞോ? ഇനി വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഇല്ലല്ലോ. എന്നാ നിർത്തിയത്? ദശാംശത്തിന്റെ ഉദ്ദേശം എന്നാ നിർത്തിയത്? എന്തെങ്കിലും നിർത്തിയോ? ഇനിമേൽ ഞാനോ നിങ്ങളോട് പറയുന്നത്, ഇനിമേൽ ദശാംശം കൊടുക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞോ? ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതി അതാണ്. നിങ്ങളുടെ നീതി അതിൽ കവിയണം. ഇത് ഇപ്പം എനിക്കാണെങ്കിൽ 1 നേരം ഫുഡ് ഒരു 10 മിനിറ്റ് ലേറ്റ് ആകാൻ പറ്റത്തില്ല. കഴിഞ്ഞ ഒരു ട്രാൻസ്പ്ലാന്റ് പേഷ്യൻ്റ് ആണ്. എനിക്കത് സഹിക്കാനുള്ള കപ്പാസിറ്റി എൻ്റെ ബോഡിയിലില്ല. എനിക്ക് ആരോഗ്യമുള്ള കാലത്തോ ഐ ഹാവ് നോ പ്രോബ്ലം ഇൻ ഒബ്സർവിങ് ഇറ്റ്. അപ്പം ആരോഗ്യമുള്ള ദൈവമക്കൾ അത് ചെയ്യണം. That's what I got to say about it. Okay, thank you once again. So we are going to conclude it. Yeah, hope this session was a great blessing. നിങ്ങളുടെ ചോദ്യങ്ങൾ തുടർന്നും സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ അയക്കാവുന്നതാണ്. വീണ്ടും നമ്മൾ കാണുന്നത് വരെ ഗുഡ് ബൈ. മേ ഗോഡ് ബ്ലെസ് യു. Thank you.